ഫുട്ബോൾ ലോകം ഇതുവരെ കണ്ടതിൽ ഏറ്റവും അവിശ്വസനീയമായ യാദൃശിക കളികളിലൊന്നാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു പഴയ ഫോട്ടോ, ഒരു ചാരിറ്റി പരിപാടി, ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ കുളിപ്പിച്ച യുവതാരം. വർഷങ്ങൾക്കിപ്പുറം ലോകകപ്പ് ഫൈനലിൽ അവർ പരസ്പരം എതിരാളികളായി നേർക്കുനേർ എത്തുന്നു. കേൾക്കുമ്പോൾ സിനിമാ കഥ പോലെ തോന്നുമെങ്കിലും ഇത് യാഥാർത്ഥ്യമാണ്. ഫുട്ബോളിന്റെ ഇതിഹാസമായ ലയണൽ മെസ്സിയും സ്പെയിന്റെ സൂപ്പർ താരം ലാമിൻ യമാലും തമ്മിലുള്ള ഈ അപൂർവ ബന്ധമാണ് ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചയാകുന്നത്. ജൂലൈ 20 നടക്കുന്ന ഫിഫ ലോകകപ്പ് 2026 ഫൈനലിൽ അർജന്റീനയും സ്പെയിനും നേർക്കുനേർ എത്തുമ്പോൾ ലോകം കാത്തിരിക്കുന്നത് ഒരു കിരീട പോരാട്ടം മാത്രമല്ല, ഒരു തലമുറയുടെ അവസാനവും മറ്റൊരു തലമുറയുടെ ഉദയവും നേർക്കുനേർ കാണാൻ കഴിയുന്ന അപൂർവ നിമിഷം കൂടിയാണത്. ലോകകപ്പ് എന്ന വേദിയിൽ മെസ്സിയും യമാലും ആദ്യമായി എതിരാളികളാകുമ്പോൾ ചരിത്രം മറ്റൊരധ്യായം കുറിക്കാനൊരുങ്ങുകയാണ്. ഈ കഥയുടെ തുടക്കം 2007 സ്പെയിനിലെ ബാഴ്സലോണയിൽ ഒരു ചാരിറ്റി കലണ്ടറിനായി സംഘടിപ്പിച്ച ഫോട്ടോഷൂട്ടിലായിരുന്നു ആ നിമിഷം പിറന്നത്. അന്ന് വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ലയണൽ മെസ്സി ബാഴ്സലോണയുടെ ഉയർന്നുവരുന്ന യുവതാരമായിരുന്നു. ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി ഒരു പ്ലാസ്റ്റിക് ടബിൽ 5 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ചിത്രങ്ങളാണ് പകർത്തിയത്. ആ കുഞ്ഞായിരുന്നു ഇന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ പ്രതിഭകളിൽ ഒരാളായി വിലയിരുത്തപ്പെടുന്ന ലാമിൻ യമാൽ. അന്ന് ആ ചിത്രത്തിന് പ്രത്യേകിച്ച് ആരും വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല. ഒരു സാധാരണ ചാരിറ്റി പരിപാടിയുടെ ഭാഗമായുള്ള ഫോട്ടോഷൂട്ട് മാത്രമായിരുന്നു അത്. എന്നാൽ വർഷങ്ങൾ കടന്നുപോയപ്പോൾ ആ കുഞ്ഞ് ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ വാഗ്ദാനമായി വളർന്നു. പിന്നീട് ആ പഴയ ചിത്രം വീണ്ടും പുറത്തു വന്നതോടെയാണ് ലോകം അതിശയത്തോടെ ഈ കഥ തിരിച്ചറിയുന്നത്. ഒരിക്കൽ കൈകളിലേറ്റി കുളിപ്പിച്ച കുഞ്ഞ് ഇന്ന് ലോകകപ്പ് ഫൈനലിൽ തന്റെ എതിരാളിയായി എത്തുമെന്ന കാര്യം മെസ്സി പോലും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. ലാമിൻ യമാലിന്റെ വളർച്ച അതിവേഗത്തിലായിരുന്നു. ബാഴ്സലോണയുടെ പ്രശസ്തമായ ലമാസിയ അക്കാദമിയിൽ പരിശീലനം നേടിയ യമാൽ ചെറുപ്രായത്തിൽ തന്നെ അസാധാരണ പ്രതിഭ തെളിയിച്ചു. വേഗത, പന്തടക്കത്തിലെ മികവ്, നിർണായക നിമിഷങ്ങളിൽ മത്സരം മാറ്റിമറിക്കുന്ന കഴിവ്, ഇതെല്ലാം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ലോക ശ്രദ്ധ നേടി. ഇന്ന് ഫുട്ബോളിന്റെ ഭാവി എന്ന വിശേഷണം പോലും യമാലിന് ലഭിക്കുന്നുണ്ട്. യമാലിനെ കുറിച്ച് മെസ്സി പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. തന്റെ തലമുറയ്ക്ക് ശേഷമുള്ള ഏറ്റവും മികച്ച പ്രതിഭകളിൽ ഒരാളാണ് യമാൽ എന്നായിരുന്നു മെസ്സിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ മെസ്സിയുടെ പാരമ്പര്യം ഏറ്റെടുക്കാൻ കഴിയുന്ന താരമായി ആരാധകരും ഫുട്ബോൾ വിദഗ്ധരും യമാലിനെ കാണുന്നു. ബാഴ്സലോണയിലും ദേശീയ ടീമിലും അദ്ദേഹം കാഴ്ചവെക്കുന്ന പ്രകടനങ്ങൾ ആ വിശ്വാസം കൂടുതൽ ശക്തമാക്കുകയാണ്. ഈ കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് ഫോട്ടോഗ്രാഫർ ജോവാൻ മോൺഫോർട്ട്. വർഷങ്ങൾക്ക് ശേഷം ചിത്രം വീണ്ടും വൈറലായപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് പകർത്തിയ ആ ചിത്രം ഇത്രയും വലിയ ചരിത്ര പ്രാധാന്യം നേടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അതൊരു സാധാരണ ഫോട്ടോഷൂട്ട് മാത്രമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ ഇന്ന് ആ ചിത്രം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വിലമതിക്കപ്പെടുന്ന ചിത്രങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ലോകകപ്പ് ഫൈനൽ അടുത്തെത്തുമ്പോൾ ആ ചിത്രം വീണ്ടും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഒരു ഫോട്ടോ എങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമാകുന്നു എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ ചിത്രം മാറിയിരിക്കുകയാണ്. ഫുട്ബോളിൽ തലമുറകളുടെ കൈമാറ്റം എപ്പോഴും പ്രത്യേകതയുള്ളതാണ്. ഒരു കാലത്ത് ഡിയേഗോ മറഡോണയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വളർന്ന മെസ്സി പിന്നീട് ലോകത്തിലെ ഏറ്റവും മികച്ച താരമായി. ഇന്ന് മെസ്സിയെ മാതൃകയാക്കി വളർന്ന ലാമിൻ യമാൽ അതേ വേദിയിൽ ലോകകപ്പ് ഫൈനലിൽ മെസ്സിക്കെതിരെ ഇറങ്ങുകയാണ്. ഫുട്ബോളിന്റെ തുടർച്ചയും പാരമ്പര്യവും ഇതിലും മനോഹരമായി മറ്റെങ്ങനെ പറയാനാകും? ജൂലൈ 20 ഫൈനൽ മെസ്സിയുടെ അവസാന ലോകകപ്പ് കിരീട പോരാട്ടമായി മാറുമോ? അതോ പുതിയ യുഗത്തിന്റെ തുടക്കമെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന യമാൽ തന്റെ ആദ്യ ലോകകപ്പ് കിരീടം സ്വന്തമാക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരിക്കുന്നത്. ഒരു വശത്ത് അനുഭവ സമ്പത്തിന്റെ പ്രതീകമായ മെസ്സി, മറുവശത്ത് യുവത്വത്തിന്റെ ആവേശമായ യമാൽ. ഫുട്ബോളിന്റെ ഭൂതകാലവും ഭാവിയും ഒരേ മൈതാനത്ത് ഏറ്റുമുട്ടുന്ന അപൂർവ നിമിഷമാണ് ഈ ലോകകപ്പ് ഫൈനൽ. അവസാനം ഒരു കാര്യം മാത്രം പറയാം. ചില കഥകൾ നമ്മൾ എഴുതുന്നതല്ല, സമയം തന്നെയാണ് എഴുതുന്നത്. 2007 ഒരു പ്ലാസ്റ്റിക് ടബിൽ ആരംഭിച്ച ഈ ചെറിയ കഥ ഇന്ന് ലോകകപ്പിന്റെ ഏറ്റവും വലിയ വേദിയിൽ എത്തി നിൽക്കുകയാണ്. ലോകകപ്പ് കിരീടം ആരുയർത്തുമെന്ന് മത്സരം തീരുമാനിക്കും. പക്ഷേ ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായ യാദൃശ്ചിക കഥകളിലൊന്നായി മെസ്സിയുടെയും യമാലിന്റെയും ഈ ബന്ധം എന്നും ഓർമ്മിക്കപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല.